മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ കടമുറികൾ നഷ്ടപ്പെട്ടവർക്ക് നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചു സർക്കാർ. കട പൂർണ്ണമായും നഷ്ടപ്പെട്ടവർക്ക് 7 ലക്ഷം രൂപ നൽകും. ഒന്നിൽ കൂടുതൽ കടമുറികൾ നഷ്ടമായിട്ടുണ്ടെങ്കിൽ അധികമുള്ള ഓരോ കടയ്ക്കും 2.5 ലക്ഷം രൂപ വീതം നൽകും. സംരംഭകർക്കും ഉചിതമായ നഷ്ടപരിഹാരം നൽകാനും മന്ത്രിസഭാ തീരുമാനം. സേഫ് സൈൻലാബ്ദീൻ വിവരങ്ങൾ നൽകും. സേഫ്, വിശദാംശങ്ങൾ. വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട ഓരോ നടപടികൾ സംസ്ഥാന സർക്കാർ പൂർത്തീകരിച്ച് വരികയാണ്. നിഷ, ഉരുൾപൊട്ടലിൽ കടമുറികൾ നഷ്ടപ്പെട്ടവർക്ക് നഷ്ടപരിഹാരം നൽകാനാണ് ഇന്ന് ചേർന്ന പ്രത്യേക മന്ത്രിസഭാ യോഗം തീരുമാനിച്ചത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നഷ്ടപ്പെട്ട കെട്ടിട ഉടമകൾക്കും സംരംഭകർക്കും ഉചിതമായ നഷ്ടപരിഹാരം നൽകണമെന്ന തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. ദുരന്തത്തിൽ പൂർണ്ണമായും നഷ്ടം സംഭവിച്ച കടകൾക്ക് കടകളുടെ തരമോ ഘടനയോ നോക്കാതെ ഒരു കടയ്ക്ക് 7 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകും. കടയുടമയ്ക്ക് ഒന്നിൽ കൂടുതൽ കടമുറികൾ നഷ്ടമായിട്ടുണ്ടെങ്കിൽ അധികമുള്ള ഓരോ കടമുറിക്ക് 2.5 ലക്ഷം 2.5 ലക്ഷം രൂപ വീതം നഷ്ടപരിഹാരം അനുവദിക്കാൻ വേണ്ടിയുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. സംരംഭകർക്ക് സംരംഭങ്ങൾ പുനരാരംഭിക്കുന്നതിനായി ഓരോ സംരംഭത്തിനും അവർക്കുണ്ടായ നഷ്ടത്തിന്റെ 50% അല്ലെങ്കിൽ താഴെ പറയുന്ന പ്രകാരമുള്ള പരമാവധി തുക ഓരോ സംരംഭത്തിന് നഷ്ടപരിഹാരമായി അനുവദിക്കും. താഴെ പറയുന്നത് ഇപ്രകാരമാണ്: മാനുഫാക്ചറിംഗ് സെക്ടർ 20 ലക്ഷം രൂപ, സർവീസ് സെക്ടർ 10 ലക്ഷം രൂപ, ട്രേഡ് 7 ലക്ഷം രൂപ. ഇങ്ങനെയാണ് നഷ്ടപരിഹാരത്തിന്റെ തുക കണക്കാക്കാൻ കഴിയുന്നത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് വയനാട് ജില്ലാ കളക്ടർക്ക് പണം അനുവദിക്കാനും തുക വേഗത്തിൽ വിതരണം ചെയ്യാനുമുള്ള നിർദ്ദേശം മന്ത്രിസഭാ യോഗം വയനാട് ജില്ലാ കളക്ടർക്ക് നൽകിയിട്ടുണ്ട്. അനീഷ, ശരി.